നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ സാധാരണയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേ ആഘോഷിക്കുക എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മാസത്തിലെ ഡേറ്റ് നോക്കിയിട്ടാണല്ലോ ആഘോഷിക്കുന്നത്. കേക്കൊക്കെ മുറിച്ചിട്ട് ഗംഭീര ആഘോഷമാണ്. പക്ഷേ പിറന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ച നക്ഷത്രം നോക്കിയിട്ടാണല്ലോ സാധാരണ പിറന്നാൾ ആഘോഷിക്കുക. അമ്പലത്തിൽ പോവുക, വഴിപാട് കഴിക്കുക, വീട്ടിൽ 4 വെച്ച് സദ്യ ഉണ്ടാക്കുക, കഴിക്കുക എന്തൊക്കെ ചെയ്യണത് സാധാരണ നമ്മൾ മലയാള മാസം കലണ്ടർ അനുസരിച്ചിട്ടാണ് ചെയ്യാറ്. കേരളീയരായ നമ്മൾ സ്കൂളിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒഫീഷ്യലായിട്ട് നോക്കുമ്പോൾ ഇംഗ്ലീഷ് വർഷമാണ് എടുക്കണതെന്ന് മാത്രം. മലയാളികളായ നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളോട് നിങ്ങളുടെ പിറന്നാൾ എന്നാന്ന് ചോദിച്ചാൽ അവർ പറയും ഇംഗ്ലീഷ് മാസത്തിലെ ആ ഡേറ്റാണ് പറയുക. ഞാൻ ഇന്ന നക്ഷത്രത്തിലാണ് ജനിച്ചതെന്ന് അവർക്കറിയാം. അമ്മമാർ പറഞ്ഞു കൊടുത്തിട്ട്, അമ്മൂമ്മമാരോ പറഞ്ഞു കൊടുത്തിട്ട് അവർക്കറിയാം. പക്ഷേ അവർ ആഘോഷിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ഡേറ്റ് തന്നെയാണ്. എങ്കിലും നമ്മളിപ്പോൾ അമ്പലത്തിൽ വഴിപാട് കഴിക്കുമ്പോൾ ഡേറ്റ് നോക്കിയിട്ടല്ല കഴിക്കുക, നാൾ നോക്കിയിട്ടാണ്, നക്ഷത്രം നോക്കിയിട്ടാണ്. അതുപോലെ മരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുല വീടി കഴിഞ്ഞാൽ, അതുപോലെ ശ്രാദ്ധം വരുമ്പോൾ 1 വർഷം കഴിയുമ്പോൾ ശ്രാദ്ധം എന്ന് പറയും. അതിനൊക്കെ നമ്മൾ പ്രത്യേകം ബലിയൊക്കെ ഇടുന്നുണ്ടല്ലോ, ബലികർമ്മങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഡേറ്റ് വെച്ചിട്ടല്ല ചെയ്യുക, നക്ഷത്രം നോക്കിയിട്ട് തന്നെയാണ്. നക്ഷത്രം തിഥിയൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയാത്ത ചില ആൾക്കാരെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ തലമുറയിലുള്ള എന്നെപ്പോലത്തുള്ള കുറച്ചാളുകൾക്ക് മാത്രമാണ് ഇങ്ങനെയാണെന്ന് അറിയണത്. നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ മക്കൾക്ക് കുറച്ചറിയാം, പക്ഷേ അവരുടെയും മക്കൾക്ക് ഒന്നും അറിയില്ല. അവരോട് നമ്മൾ പറഞ്ഞാൽ തന്നെ അവർക്കത് താല്പര്യമില്ല. പക്ഷെ അവർ വലുതായി കഴിയുമ്പോൾ ഇത് ചെയ്യാനായിട്ട് അവർക്കത് ആവശ്യം വരും. അങ്ങനെ ഇതിന് തീരെ താല്പര്യം ചെയ്യാത്ത കുട്ടികൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യണ്ടേ, എപ്പോഴാണ് ചെയ്യണ്ടേ എന്നിങ്ങനെ മറ്റുള്ളവരോട് ചോദിക്കുകയാണ്. അപ്പം നമുക്ക് തന്നെ അതിൻ്റെ ആ ഒരു അറിവ് ഉണ്ടാക്കിക്കൂടെ, ആർജിച്ചുകൂടെ ആ അറിവ് എന്ന് ഞാനിങ്ങനെ വിചാരിക്കുകയാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ കുടുംബത്തിൽ അതിനുള്ള ഒരു പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയതും അങ്ങനെ തന്നെയാണ് അല്ലേ. നമുക്കറിയാം, ഞാനൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കൂട്ടുകുടുംബമായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മ, അച്ഛൻ, ഞങ്ങൾ മക്കൾ, പിന്നെ വല്യമ്മ, അവരുടെ മക്കൾ, അമ്മാവന്മാർ, അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു കൂട്ടുകുടുംബമായിരുന്നു. സന്ധ്യ ആയാൽ എല്ലാവരും മേല് കഴുകണം എന്ന് നിർബന്ധമാണ്. സന്ധ്യാസമയത്ത് കാലത്ത് കുളിക്കും, വൈകുന്നേരം സന്ധ്യയ്ക്ക് എല്ലാവരും മേല് കഴുകി അല്ലെങ്കിൽ കുളിക്കുകയോ ചെയ്താൽ, അല്ലെങ്കിൽ തീരെ വയ്യാത്തവരാണെങ്കിൽ കാലും മുഖവും കഴുകി കഴിഞ്ഞാൽ ഭസ്മം തൊടണം എന്നാണ്. വൈകുന്നേരം ഭസ്മം തൊടുക നനയ്ക്കാണ്ടാണ്. ഭസ്മം എടുത്ത് തൊട്ട് പടിഞ്ഞാട്ട് തിരിഞ്ഞ് നിന്ന് സൂര്യനെ തൊഴുത് ഭസ്മം തൊട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി വെച്ച് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് നാമം ചൊല്ലണം നിർബന്ധമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നീ നാമം ചെല്ലടാ അല്ലെങ്കിൽ നാമം ചെല്ലടി എന്ന് മക്കളോട് അമ്മമാരെ ആജ്ഞാപിക്കുകയല്ല ചെയ്യണത്. എല്ലാവരുടെയും പണികൾ സന്ധ്യയ്ക്ക് മുമ്പ് കഴിഞ്ഞുണ്ടാവും. സന്ധ്യയ്ക്ക് ശേഷം പാചകം ചെയ്യില്ല എന്നാണ് പറയുക. വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നതിനേക്കാൾ മുമ്പ് എല്ലാ പണിയും കഴിഞ്ഞുണ്ടാവണം. അപ്പോൾ എല്ലാവരും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തിയിട്ട്, ഞങ്ങൾക്കന്ന് ഇറയാണ്, വരാന്ത, ഇംഗ്ലീഷിൽ വരാന്ത എന്ന് പറയും, മലയാളത്തിൽ ഇറയം എന്ന് പറയും. ഇറയത്ത് ഇങ്ങനെ എല്ലാവരും നിരനിരാന്നിരിക്കും. അങ്ങനെ എൻ്റെ വീട് പണ്ടത്തെ ഒരു വീടായതുകൊണ്ട് ചുറ്റും 4 വശത്തും വരാന്തയാണ്, തുറന്ന വരാന്ത. അപ്പോൾ 4 വശത്തും വരാന്തയാകുമ്പോൾ അതിനൊക്കെ ഓരോ തൂണുണ്ടായിരിക്കും. അവിടെ നിരനിരാന്ന് തൂണുകളുണ്ടായിരിക്കും. ഈ തൂണൊക്കെ നമ്മുടെ അമ്മമാർക്കും അമ്മാവന്മാർക്കും ഒക്കെ ഉള്ളതാണ്. ചാരിയിരിക്കാൻ കുട്ടികൾക്ക് അമ്മമാരുടെ അടുത്തോ മടിയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തോ ഒക്കെ ഇരിക്കാം. നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് നാമം ചൊല്ലണം. രാമ രാമ നാരായണ അങ്ങനെ നാമം ചൊല്ലണം. പിന്നെ കീർത്തനങ്ങളുണ്ട്, അഞ്ജന ശ്രീധര ചാരുമൂർത്തി കൃഷ്ണ, അങ്ങനെ. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ തന്നെ കൃഷ്ണൻ്റെ തന്നെ കുറേ നാമങ്ങളുണ്ട്. പിന്നെ ശിവൻ്റെ നാമങ്ങളുണ്ട്, ദേവിയുടെ നാമങ്ങളുണ്ട്. അങ്ങനെ എല്ലാ നാമങ്ങളും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 10-15 നാമങ്ങളെല്ലാം ചൊല്ലും. അതെങ്ങനെ നമ്മൾ പഠിപ്പിക്കുമെന്നല്ല, അമ്മൂമ്മമാരൊക്കെ അവരെന്ന് ചൊല്ലുകയാണ്, നന്നായിട്ട് ചൊല്ലും. കുട്ടികൾ അതിന്ന് കേട്ട് അങ്ങനെ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളും ചൊല്ലി തുടങ്ങും, കുട്ടികളും ചൊല്ലി തുടങ്ങും. അർത്ഥം അറിഞ്ഞിട്ടാവില്ല, കേട്ട് ചൊല്ലാണ്, ചൊല്ലി വരണം. ഞാൻ ഇന്ന് ആലോചിക്കുന്നുണ്ട്, എൻ്റെ അമ്മൂമ്മയുടെ അടുത്തിരുന്ന് അമ്മൂമ്മ നാമം ചൊല്ലുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, നമശിവായ പാർവതീശ പാപനാശനാഹരേ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പറയുമ്പോൾ ഞാനും വിചാരിച്ചു, നമശിവായ പാർവതീശ പാപ എന്താണ് ഈ പറയണത് നമശിവായ പാർവതി ശിവാപനാശനാഹരേ, നമശിവായ
പാർവതി ശിബാപനാശനാഹരെ എന്നൊക്കെ ഞാൻ വിചാരിക്കണേ. എങ്ങനെയാണ് ഈ അമ്മൂമ്മ ചൊല്ലണ ഈ വാക്കിനെ തിരിച്ച് പറയുക? നമശിവായ പാർവതി ശിബാപനാശനാഹരെ. ഓ, അങ്ങനെയില്ല. പിന്നെ അത് അർത്ഥം മനസ്സിലായത് കുറച്ചുകൂടി പ്രായമായപ്പോൾ. എന്താണ്? നമശിവായ, ശിവന് നമസ്കാരം. പാർവതീശ, പാർവതിയുടെ ഈശനെ. പാപനാശന, പാപത്തെ നശിപ്പിക്കുന്നവനെ എന്നൊക്കെയാണ് നമ്മളതിൻ്റെ അർത്ഥം എന്ന് പിൽക്കാലത്തെ മനസ്സിലാവണേ. അതൊക്കെ കേട്ട് എന്തായാലും പഠിക്കും. പഠിച്ച് ഇവിടെ കിടന്നാൽ, നെഞ്ചിൽ നമ്മൾ മനസ്സിൽ കിടന്നാൽ പിന്നീട് നമ്മൾ അതിനെ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് നിധിധ്യാസനം ചെയ്താൽ പറയില്ല, ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ആലോചിച്ച് അപ്പം നമുക്കതിൻ്റെ അർത്ഥം തനിയെ വന്ന് മനസ്സിലാവും. അങ്ങനെ ബൈ ഹാർട്ട് പഠിക്കുക. ബൈ ഹാർട്ട് നമ്മൾ പുസ്തകം നോക്കിയിട്ടല്ല പഠിച്ചത്, കേട്ട് തന്നെയാണ് പഠിച്ചിരിക്കണത്. പിന്നെ ഈ നാമങ്ങളെല്ലാം ചൊല്ലിക്കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, എന്നിട്ട് ഉടനെ പോയി ചോറുണ്ണാനൊന്നും പറ്റില്ല. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ അന്നന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുസ്തകം സ്കൂളിൽ പഠിക്കണതല്ല കേട്ടോ, വീട്ടിൽ പഠിക്കണ കുറേ കാര്യങ്ങളുണ്ട്. ആദ്യമായിട്ട് വല്യമ്മ പറയും, ചൊല്ലടി മാസങ്ങൾ എന്ന് പറയും. അപ്പോൾ പറയും മാസം, ഇംഗ്ലീഷ് മാസം വേണം, മലയാളം മാസം വേണം. അപ്പോൾ ഇങ്ങനെ പറയും: ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, എടവം, മിഥുനം, കർക്കിടകം. മലയാള മാസം 12. ഒരു ട്യൂണുണ്ട് ഇങ്ങനെ പറയുമ്പോൾ കേട്ടോ. അത് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മാസം ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. ഇംഗ്ലീഷ് മാസം 12 മാസം പഠിച്ചു കേട്ടോ. ഇനി അടുത്ത് പഠിക്കാൻ പോണത് ആഴ്ചകൾ പറയുമെന്ന് പറയും. ഇപ്പോൾ ഞായർ, തിങ്കൾ, കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് ഇങ്ങനെ പഠിക്കണം. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ആഴ്ച 7. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ. അത് ഇത്തിരി കൂടി ആകുമ്പോൾ കേട്ടോ, 3ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ സൺഡേ മൺഡേ പഠിക്കുള്ളൂ കേട്ടോ. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഇംഗ്ലീഷ് ആഴ്ചകൾ 7. അതും പഠിച്ചു. അപ്പോൾ മാസം പഠിച്ചു, ആഴ്ച പഠിച്ചു. പിന്നെ നക്ഷത്രങ്ങളാണ് പഠിക്കണ്ടേ. ഏതൊക്കെ നക്ഷത്രങ്ങൾ? നാളെ 27 എന്നാണ് പറയുക. 27 നക്ഷത്രമുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ഉത്രം, അത്തം, ചിത്തിര, ചോതി, വിശാഖ, മനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി. നാളെ 27. ഇനി നമ്മൾ പഠിക്കുന്ന പക്ഷമാണ്. പക്ഷം എന്ന് വെച്ചാൽ മാസത്തിൽ 2 പക്ഷമുണ്ട്. ഒരു വെളുത്ത പക്ഷം, കറുത്ത പക്ഷം. ഒരു മാസത്തിൽ 30 ദിവസമാണെങ്കിൽ ഒരു പക്ഷം എന്ന് വെച്ചാൽ 15 ദിവസം. പക്ഷം 15ആണ്. ഏതൊക്കെയാണ്? വെളുത്ത വാവ് കഴിഞ്ഞ് പിറ്റേ ദിവസം മുതലാണ് എണ്ണി തുടങ്ങുക. പ്രഥമ, പ്രതിപദം എന്നും പറയാറുണ്ട്. പ്രതിപദം എന്ന് ഞാനൊക്കെ പണ്ട് പഠിച്ചിരിക്കണത്. പ്രതിപദം അല്ലെങ്കിൽ പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി. 10 അല്ലേ? ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി അല്ലെങ്കിൽ വാവ് എന്ന് പറയും. ആ വാവ്, വെളുത്ത വാവ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പറഞ്ഞത് കറുത്ത വാവാണ്. അത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം വീണ്ടും പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ഠി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഏകാദശി, ദ്വാദശി, ത്രയോദശി, ചതുർദശി, പഞ്ചദശി അല്ലെങ്കിൽ വാവ്. അതിൻ്റെ കൂടെ പറയാ പക്ഷം 15 എന്ന് പറയണം. പക്ഷം എന്നല്ല എന്ന് പറയാം, പക്കം 15 എന്നാണ് പറയാം. പക്കം എന്നാണ് പണ്ട് പഠിച്ചേക്കുന്നത് ഞങ്ങൾ. പക്ഷം 15. അപ്പോൾ ഒരു പക്ഷം വെളുത്ത പക്ഷമാണെങ്കിൽ അടുത്ത പക്ഷം കറുത്ത പക്ഷമായിരിക്കും. വെളുത്ത വാവ് കഴിഞ്ഞ് അതെങ്ങനെയാണ് മനസ്സിലാക്കാമെന്നറിയോ? വെളുത്ത വാവ് കഴിഞ്ഞ് പിന്നെ പിറ്റേ ദിവസം ചന്ദ്രൻ ചെറുതായി കറുത്ത് വന്ന് തീരെ കറുക്കുമ്പോൾ അതിനെ കറുത്ത പക്ഷം എന്ന് പറയുന്നു. കറുത്ത വാവ് കഴിഞ്ഞ് പിന്നെ വെളുത്തു തുടങ്ങുകയാണ്. വെളുത്തിന് പൂർണ്ണമായിട്ട് വെളുക്കുകയാണ്. അപ്പോൾ അതിനെ വെളുത്ത പക്ഷം എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ വെളുത്ത പക്ഷവും കറുത്ത പക്ഷവും. പക്ഷത്ര 15. അത് കഴിഞ്ഞാൽ പിന്നെ എണ്ണാന പഠിക്കുക. 1, 2, 3, 4, 5 എന്ന് 100 വരെ എണ്ണിപ്പിക്കും. കുറച്ചുകൂടി വലുതായ കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷിലുള്ളത് 1, 2, 3 എന്ന് എഴുതി എണ്ണിപ്പിക്കും. കുറച്ച് ഹിന്ദി പഠിക്കാൻ തുടങ്ങിയപ്പോൾ 1, 2, 3 എന്ന് പഠിപ്പിക്കും. ഇതൊക്കെ അങ്ങനെ പഠിപ്പിക്കും. ഇതൊക്കെ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം ഒരേ പ്രാവശ്യം എല്ലാതും ചൊല്ലണം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ തൽക്കാലത്തേക്ക് ആവശ്യമുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്? ഏത്തിടണം. 2 കൈയും
ഇങ്ങനെ ചെവിയും ഇങ്ങനെ പിടിച്ചിട്ട് കാല് ഇരുന്നിട്ടും ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കാല് പിണച്ച് വെച്ച് കാല് വളയാതെ കുമ്പിട്ട് ഇങ്ങനെ നിലം വരെ മുട്ടിക്കുക. ഏത്തടാന്ന് പറയും. ഗണപതിയുടെ അവിടെ നമ്മൾ ഏത്തിടില്ലേ, അതേപോലെ. ഏത്തിടുന്നത് എന്തിനാണെന്നറിയോ? നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മിക്കാനാണ് നമ്മൾ ഏത്തിടുന്നത്. ഇങ്ങനെ ഈ ചെവിയുടെ ഇവിടെ ഇങ്ങനെ പിടിച്ചാൽ, ചെവിയിൽ ഇങ്ങനെ പിടിച്ചാൽ നമ്മൾ ഇവിടെ ശരിക്കും ബ്രെയിൻ വർക്ക് ചെയ്യൂത്ര. അതായത് നമ്മൾ ഓർമ്മശക്തി കൂടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ ഏത്തിടുന്നത് അതിന് വേണ്ട ഇങ്ങനെ 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 ഏത്തിടും. അതൊരു എത്ര വട്ടമുണ്ടാവാം, 3 ആവാം, 5 ആവാം, 7 ആവാം, 9 ആവാം, അങ്ങനെ ചെയ്യും. അപ്പോൾ ഇവർക്ക് നല്ല ഓർമ്മയുണ്ടാവും. അന്ന് ചെയ്തതൊന്നും നമ്മൾ മറക്കുകയില്ല. ഇപ്പോഴും നമ്മൾ ഗണപതിയുടെ അവിടെ പോയിട്ട് ഏത്തിടാറുണ്ട്. നമ്മുടെ സ്കൂളിൽ പോയാൽ നമ്മൾ എന്തെങ്കിലും മറന്നു പോയി, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് എന്തെങ്കിലും മറന്നു പോയാൽ അപ്പോൾ മാഷ് വന്ന് എന്താ ചെയ്യുക, അതിങ്ങനെ പിടിക്കില്ല, കിട്ടണില്ലേ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും ശരിക്കും. പക്ഷെ നമ്മളന്ന് വിചാരിച്ചത് ഇത് ശിക്ഷയല്ല, ഓർമ്മിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. ഇപ്പോൾ യോഗയിലൊക്കെ ചെയ്യുന്നുണ്ട്. യോഗയിലിപ്പോൾ ശിരസ് മുതൽ പാദം വരെയുള്ള ഓരോ സൂക്ഷ്മ യോഗയിലും അവിടെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ ദിവസവും ചെയ്യണം നല്ലതാട്ടോ, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ. അപ്പോൾ ഇത്രയും പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിക്കാം. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഭംഗി, അപ്പോഴേക്കും വിശക്കൂല നന്നായിട്ട്. ഊണ് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ കിടക്ക വിരിച്ചിട്ട് വേണം കിടക്കണമെങ്കിൽ. അന്ന് പഞ്ഞിക്കിടക്കയാണ്, ചുരുട്ടി വെച്ചേക്കാവും. അപ്പോൾ അത് വിരിച്ച് തുണിയൊക്കെ കുടഞ്ഞ് അതിൽ വല്ല പൊടിയോ എന്തെങ്കിലുമൊക്കെ കളയണമല്ലോ. എന്നിട്ട് നന്നായിട്ട് വിരിച്ച് സുഖമായിട്ട് കിടക്കും. അമ്മയുടെ അടുത്തോ വല്യമ്മയുടെ അടുത്തോ ഒക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ കഥ പറഞ്ഞു തരും. കഥകളെന്ന് വെച്ചാൽ അമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ട കഥകൾ നമ്മുടെ പുരാണങ്ങളിലെയും ഇതിഹാസത്തിലെയും ഒക്കെയുള്ള നല്ല വീര കഥകൾ, സത്യസന്ധതയ്ക്കുള്ള കഥകൾ, ദയാപരമായിട്ടുള്ള കഥകൾ, ഇങ്ങനത്തെ കഥകളൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. ഒരു കഥ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴേക്കും കുട്ടി ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെയാണ് കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിക്കുക. ഇതിനായിട്ട് പ്രത്യേക ഒരു സമയമൊന്നും വേണ്ട. ആ സന്ധ്യാസമയം എന്ന് പറഞ്ഞത് നമ്മൾ കുട്ടികളെ നല്ലത് പഠിപ്പിക്കാനുള്ള സമയമാണ്. പഠിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത്. ആഴ്ചയിൽ 7 ദിവസമാണ്, ഒരു മാസത്തിൽ 30 ദിവസമാണ്, ചിലപ്പോൾ 31 ദിവസം ഉണ്ടാവും. അത് ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ. ജനുവരി ഇങ്ങനെ വിരലുമ്മ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വിരൽ ചുരുട്ടി പിടിക്കുമ്പോൾ ഈ എല്ലുള്ള ഭാഗമുള്ള അത് പൊന്തി നിൽക്കും, അതിൻ്റെ രണ്ടിൻ്റെ മധ്യഭാഗം കുഴിയായിട്ട് നിൽക്കും. അപ്പോൾ ഇങ്ങനെ എനിക്ക് മാഷ് പറഞ്ഞു കേട്ടോ, പൊന്തി നിൽക്കണതൊക്കെ 31 ദിവസം, കീഴ്ഭാഗമൊക്കെ 30 ദിവസം. ഇംഗ്ലീഷിൻ്റെയാണ് കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഇവിടെ ജനുവരി 31, അടുത്ത കുഴിയാണ് 30. ഫെബ്രുവരി 30 ഇല്ല, ഫെബ്രുവരിയിൽ മാത്രം 28 അല്ലെങ്കിൽ 29 ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 30, ജൂലൈ 31. ഇനി തിരിച്ചിങ്ങോട്ട് ആദ്യം അയിമ തന്നെയാണ് ആഗസ്റ്റ്, അത് 31 തന്നെയാണ്. സെപ്റ്റംബർ 30, ഒക്ടോബർ 31, നവംബർ 30, ഡിസംബർ 31. മനസ്സിലായില്ലേ? അപ്പോൾ ഫെബ്രുവരിക്ക് 28 ഉള്ളൂ. 4 വർഷം കൂടുമ്പോൾ 29 ഉണ്ടാവും, അതിവർഷം എന്ന് പറയും. അപ്പോൾ ഫെബ്രുവരി 29 ജനിച്ച ഒരാൾ, ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ഫെബ്രുവരി 29 ജനിച്ച ഒരാൾക്ക് 4 കൊല്ലം കൂടുമ്പോഴേ ബർത്ത്ഡേ ഉണ്ടാവുള്ളൂ അല്ലേ? പക്ഷെ മലയാളത്തിൽ അങ്ങനെയല്ല, നമ്മളത് നാൾ വെച്ചാണ് നോക്കണത്. ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് കുട്ടികളായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ അടുത്ത് കുട്ടികൾ അനുസരണയിൽ ഇരിക്കുള്ളൂ. അതിന് അമ്മമാർ തന്നെ TV വയ്ക്കുക ചെയ്യുക, വിളക്ക് കൊളുത്തി വയ്ക്കുക, അത് കഴിഞ്ഞ് TV ഓൺ ചെയ്യുക. ഒരിക്കലും വരുത്. ഈ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ അമ്മമാരെന്ന് വെച്ചാൽ അവർക്കും ഇത് പക്ഷേ അറിയണ്ടാവില്ല. അവർ പോലും ഇപ്പം എന്നെപ്പോലത്തെ ആൾക്കാരെയൊക്കെ കുറ്റം പറയും ചിലപ്പോൾ. പക്ഷേ എന്നാലും അച്ഛനോ അമ്മയോ മരിച്ചതിൻ്റെ ശ്രാദ്ധം എന്ന് ചോദിച്ചാൽ അറിയില്ല ഒരു. പക്ഷേ നാളറിയാം, പക്ഷേ ആ നാളിലും വ്യത്യാസമുണ്ട്. ഓരോ നാളുകൾക്കും സമയമൊക്കെ നോക്കിയിട്ടാണ്, എത്ര സമയം, എത്ര നാഴിക, എത്ര വിനാഴിക. ജ്യോത്സ്യം മുഴുവൻ പഠിക്കേണ്ട, ഒരു ചെറിയ സാമാന്യജ്ഞാനം അറിഞ്ഞിരിക്കണം നമ്മൾ. പിറന്നാളാണെങ്കിൽ നമ്മൾ ജനിച്ച ദിവസം, നാൾ ഏത് ഡേറ്റിലാണോ വരണത്, പിറന്നാളാണെങ്കിൽ കേട്ടോ, ഏത് ഡേറ്റിലാണോ വരുന്നത് ആ ദിവസം ചുരുങ്ങിയത് 6.25 നാഴികയെങ്കിലും ഉണ്ടാവണം. അപ്പോൾ പിറന്നാളെടുക്കാം. ഉദാഹരണത്തിന് ഇന്ന് എൻ്റെ നാൾ അത്താണ്, ഇന്ന് അത്തം നാളാണ് എങ്കിൽ അത്തം നാൾ 48-50 നാഴികയ്ക്ക് ഉണ്ടെന്ന് വയ്ക്കുക.
അപ്പോൾ ഒരു ദിവസം എന്ന് വെച്ചാൽ 60 നാഴികയല്ലേ, 50 നാഴിക ഇന്നാണെങ്കിൽ നാളേക്ക് 10 നാഴിക ബാക്കിയുണ്ട്. 50-ൽ ഇന്ന് കഴിഞ്ഞാൽ നാളേക്ക് 10 നാഴിക ബാക്കിയുണ്ടെങ്കിൽ നാളെയാണ് പിറന്നാളെടുക്കുക. 6.25 നാഴിക സമയം നാളെ ഉണ്ടെങ്കിൽ എടുക്കാം. 5 നാഴികയുള്ളൂ എങ്കിൽ ഇന്ന് തന്നെ പിറന്നാളെടുക്കണം. ഇനി ശ്രാദ്ധമാണെങ്കിൽ 30 നാഴികയേക്കാളും കൂടുതലുണ്ടെങ്കിലേ ശ്രാദ്ധം ആ ദിവസം എടുക്കാൻ പാടുള്ളൂ. 30 നാഴിക പകലും 30 നാഴിക രാത്രി എന്നാണ് പറയുക. അപ്പോഴൊരു ദിവസം പൂർണ്ണമാവണം. 60 നാഴികയാണ് ഒരു ദിവസം. 2.5 നാഴികയാണ് 1 മണിക്കൂർ. നമ്മൾ അങ്ങനെ നോക്കണ്ട, അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. നോക്കൂ, നാളെ കലണ്ടറിൽ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ ഗണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ന് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധമാണ് എന്ന് അറിയാൻ, എൻ്റെ അച്ഛൻ മരിച്ചുപോയത് വിശാഖം നാളിലാണ്. വിശാഖം നാൾ നോക്കണം ഏത് മാസം? ഇടവ മാസത്തിൽ വിശാഖം നാളാണ് ഞാൻ നോക്കണത്. അപ്പോൾ ഇടവ മാസത്തിൽ വിശാഖം നാൾ എവിടെയാണെന്ന് കണ്ടെത്തിയപ്പോൾ ഏറ്റവും ആദ്യം ഒരു 2-ാം തീയതി വരുന്നുണ്ട്, അല്ലെങ്കിൽ 1-ാം തീയതി വരുന്നുണ്ട് നിൽക്കുക. അന്ന് വിശാഖം 30 നാഴികയേക്കാളും കൂടുതലുണ്ടെങ്കിൽ അന്നാണ് എൻ്റെ അച്ഛൻ്റെ ശ്രാദ്ധം ഞാൻ ആചരിക്കേണ്ടത്. ആ ദിവസം 30 നാഴികയേക്കാളും കൂടുതലുണ്ടാവണം. അതായത് ശ്രാദ്ധത്തിൻ്റെ അന്ന് ശ്രാദ്ധം ഊട്ടിയിട്ട് ഉറങ്ങാനുള്ള സമയം ഉണ്ടാവണം. രാത്രിയിലേക്ക് കൂടി കുറച്ച് നേരം ഉണ്ടാവണം. ഒരു 31 32 ആയാലും മതി. നമുക്കന്ന് ശ്രാദ്ധം എടുക്കാം. ഒരു നാൾ, ഒരു നക്ഷത്രം ഒരു മാസത്തിൽ 2 വട്ടം വന്നാൽ പിറന്നാളിനാണെങ്കിൽ അവസാനം എടുക്കണം, ശ്രാദ്ധത്തിലാണെങ്കിൽ ആദ്യത്തെ എടുക്കണം. പ്രത്യേകം ദിവസം നോക്കുകയാണെങ്കിൽ 30 നാഴികയ്ക്ക് മുകളിലുണ്ടെങ്കിൽ രാത്രിയിലേക്ക് കൂടി ഉണ്ടെങ്കിൽ ശ്രാദ്ധം എടുക്കാൻ പാടുള്ളൂ. പിറന്നാളാണെങ്കിൽ 6.25 നാഴിക ഉണ്ടെങ്കിൽ എടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നമ്മൾ കുട്ടികൾക്ക് ആദ്യം തന്നെ നിങ്ങളിതൊന്നും ശ്രാദ്ധവും പിറന്നാളൊന്നും പറയണ്ട. ആദ്യം നമ്മൾ എത്ര നക്ഷത്രമുണ്ട്, എത്ര മാസമുണ്ട്, കുട്ടികൾക്ക് ഇപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് മലയാളം മാസമൊന്നും അറിയില്ല കേട്ടോ. 4-ലും 5-ലും 6-ലൊക്കെ പിള്ളേർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ അതൊന്ന് അമ്മമാർക്കും അറിയുണ്ടാവില്ല. ഇപ്പോഴത്തെ ചെറിയ കുട്ടികളുടെ അമ്മമാർക്കും ഇത് അറിയുണ്ടാവില്ല. ദയവ് ചെയ്തിട്ട് നിങ്ങൾ കലണ്ടർ എടുത്തിട്ട് അതിൽ നിന്ന് നോക്കി ഒന്ന് എഴുതി പഠിക്കുക കേട്ടോ. അറിയുന്നവരെ ഞാൻ കുറ്റം പറയല്ല, അറിയാത്തവരോട് പ്രത്യേകം പറയണതാണ്. അറിയുന്നവർ ചെയ്യേണ്ട, അറിയുന്നവർ മക്കളെ പഠിപ്പിച്ചാൽ മതി. അപ്പോൾ നക്ഷത്രങ്ങളൊക്കെ എഴുതി വയ്ക്കുക. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം, തിരുവാതിര എഴുതി വെച്ചിട്ട് ദിവസം ചൊല്ലി പഠിക്കുക. ഒപ്പം നമ്മുടെ കുട്ടികളെ കൂടി അത് അഭ്യസിപ്പിക്കുക. അത് കഴിഞ്ഞ് നേരത്തെ പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതുകൊണ്ട് നമ്മളൊരാൾ ജ്യോത്സ്യനാവാനോ ഒന്നും പറ്റില്ല കേട്ടോ. അതിന് ജ്യോത്സ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പഠിക്കാൻ വേറെ ഉണ്ട്. ഇത് നമ്മൾ സാമാന്യമായ ഒരു ജ്ഞാനം മാത്രമാണ്. ഇത് സന്ധ്യാസമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. രാവിലെ സമയം ഉണ്ടാവില്ല. രാവിലെ എഴുന്നേറ്റാൽ അമ്മമാർക്ക് ജോലി ഉണ്ടാവും. കാലത്ത് എണീക്കണം, കുളിക്കണം, പിന്നെ അടുക്കളയിൽ പണികളുണ്ടാവും, മുറ്റമടിക്കണം, വീടിൻ്റെ ക്ലീനിങ്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവുമല്ലോ. സന്ധ്യാസമയത്ത് നാമം ചൊല്ലിക്കഴിഞ്ഞാൽ ഇത് പഠിച്ചിട്ടേ ചോറ് കൊടുക്കാവൂ. TV സന്ധ്യയ്ക്ക് വീട്ടിൽ വെക്കരുത് ആരും. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ സംസ്കാരം നിലനിൽക്കും. അല്ലെങ്കിൽ നമ്മൾ പാശ്ചാത്യ സംസ്കാരത്തിലേക്ക് പോകും. നമ്മുടെ മാതാവിനെയും നമ്മുടെ ജന്മഭൂമിയെയും നമ്മുടെ സംസ്കാരത്തെയും, ഇവിടെ എത്ര ആർഷ സംസ്കാരം എന്ന് പറഞ്ഞാൽ 5000-6000 വർഷങ്ങൾക്ക് മുമ്പുള്ള സംസ്കാരമാണ് ഭാരതീയ സംസ്കാരം, ആർഷ സംസ്കാരം. അതിന് നമ്മളാരും ഇല്ലാണ്ടാക്കരുത്. അപൂർവം കുറച്ച് ആൾക്കാരൊക്കെ പഠിച്ച് കുറേ മനസ്സിലാക്കി എങ്കിലും സാമാന്യ ജനങ്ങളിലേക്ക് ഇത് വരണേയില്ല. അതുകൊണ്ട് ഈശ്വരനെ വിചാരിച്ചിട്ട് ഇതൊക്കെ നമ്മൾ പഠിക്കുക, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ശീലിപ്പിക്കുക. കുറച്ച് വലുതായ ഒരു കുട്ടിയെ നമുക്ക് ഇനി പിടിച്ചിരുത്തിട്ട് പഠിപ്പിക്കാനൊന്നും ഇനി പറ്റില്ല കേട്ടോ. കാരണം കുട്ടികൾ വലുതായി കഴിഞ്ഞാൽ അമ്മയുടെ കൺട്രോളിൽ നിന്ന് വിട്ടുപോകും, ഉറപ്പാണ്. വല്ലപ്പോഴും കിട്ടിയ ഭാഗ്യം, അത്രേ ഉള്ളൂ. എങ്കിലും അത് നേരത്തെ നമ്മൾ പറഞ്ഞു കൊടുത്ത് പോയാൽ നമുക്കത് നന്നാവും, നമുക്കും നമ്മുടെ മക്കൾക്കൊക്കെ നന്നാവും. അതുപോലെ പരോപകാരം ചെയ്യേണ്ട കാര്യങ്ങൾ, മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും നമ്മളെക്കാൾ പ്രായമുള്ള എല്ലാവരെയും ബഹുമാനിക്കും എന്ന് ദിവസവും സ്കൂളിൽ പോയിട്ട് ഇങ്ങനെ കൈ നീട്ടിപ്പിടിച്ച് പ്രതിജ്ഞ ചെയ്യാറുണ്ട്. ഇംഗ്ലീഷിലും പറയും, മലയാളത്തിലും ഒക്കെ പറയാറുണ്ട്. പക്ഷേ അത് ചെയ്യുന്നുണ്ടോ എന്നെനിക്കറിയില്ല. അതൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ വേണം ചെയ്യാനായിട്ട്, പരിശീലിപ്പിക്കാനായിട്ട്. ഇത്രയും കാര്യം എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യൂ, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യൂ.
നിങ്ങൾക്ക് എന്തായാലും ഇതുകൊണ്ട് ദോഷം വരില്ല, നല്ലതേ വരൂ. ഓക്കെ, താങ്ക് യു.